അടുക്കളത്തോട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു സമയത്തിലൂടെയാണ് കേട്ടോ നമ്മളുടെ ഇപ്പോൾ കാലാവസ്ഥ തന്നെ പോകുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നമ്മൾ തൈകളൊക്കെ നട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നമ്മളൊരു ഷോർട്സ് വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. തക്കാളി തൈകൾ ഹൈബ്രിഡിൻ്റെ ഒക്കെ നമ്മൾ വാങ്ങിച്ച് നട്ടു. പക്ഷേ ഈ അട പിടിച്ച മഴ നിന്നതോട് കൂടിയിട്ട് നമ്മുടെ ആ തൈകളെല്ലാം നശിച്ചു പോകട്ടോ ചെയ്തേ. പണ്ട് കാലത്തൊക്കെ തിരുവാതിരയ്ക്കായി കഴിഞ്ഞാൽ എന്ത് നട്ടാലും നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല ഫലം ലഭിക്കുന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ആ പച്ചക്കറി തൈകളെല്ലാം നശിച്ചു പോയത്. പക്ഷേ എന്നോർത്തിട്ട് നമ്മൾ ഒന്ന് അടങ്ങിയിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. നശിച്ചു പോകുന്നതിനനുസരിച്ച് പുതിയ പുതിയ തൈകളും വിത്തുകളെല്ലാം നമ്മൾ കുത്തി കൊടുക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ വീടിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അതൊക്കെ ആകെ തറഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ നല്ല രീതിയിൽ മണ്ണ് കൊത്തി ഇളക്കി. ഇന്ന് അവിടെ സിറ ഇനത്തിൽപ്പെട്ട നമ്മുടെ പച്ചമുളകാണ് കേട്ടോ നടുന്നത്. അങ്ങനെ കുറച്ച് പച്ചമുളക് ഒരുവിധം ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ നട്ടു കേട്ടോ. അതിന് തൊട്ട് അടുത്തായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സ്നോ വൈറ്റ് ഇനത്തിൽപ്പെട്ട കുക്കുംബർ നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുക്കുംബർ നട്ടിട്ട് നമ്മുടെ ആട്ടുകൂടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു പന്തലും കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ശക്തിയിൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ കാറ്റൊക്കെ അടിച്ച് വെള്ളം ഊത്തടിച്ച് നനയുക അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തും നമുക്കൊരു ചെറിയ തണൽ പോലെ കിട്ടും. നമുക്ക് അത്യാവശ്യത്തിന് കുക്കുംബറെല്ലാം കിട്ടും കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ അരി പാവണ കുക്കുംബർ ഇപ്പം മുളച്ചത് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ ഒരു 18 വളം നമ്മൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യണേ. കണ്ടമാനല്ല, ചെറിയ ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ല മേൽമണ്ണ്, നല്ല വളക്കൂട് നല്ല മേൽമണ്ണ് എടുത്തിട്ട് നമ്മൾ അതിന് ചുറ്റും ഒന്ന് മണ്ണ് കയറ്റിയാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതുപോലെ കുക്കുംബർ നമ്മുടെ ആട്ടുകൂടിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടും പടത്തി നേരെ ആട്ടുകൂടിൻ്റെ ഫ്രണ്ടിൽ ഒരു പന്തലാക്കി സെറ്റാക്കാനാണ് മനസ്സിലാഗ്രഹം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.